ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ അവർ എർത്താണ്. അപ്പോൾ നമ്മൾ ലെസൺ അനാലിസിസ് കൂടെ ക്വസ്റ്റ്യൻ ആൻസറും 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ എന്താ കാണുന്നത്? ഭൂമിയെക്കുറിച്ചാണ്. അപ്പോൾ എർത്ത്. അപ്പോൾ ഐ ആം ദ എർത്ത് എന്ന് പറയാണ്. ഭൂമിയുടെ കഥ പറയാണ്. ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഐ വാസ് ബേണിംഗ് സ്പിയർ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു സ്പിയർ ആയിരുന്നു ഞാൻ. ലേറ്റർ ഐ വാസ് കൂൾഡ് ഇൻ ദ ഇൻസിസെൻറ്റ് റെയിൻ. അപ്പോൾ കഠിനമായ നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത് എന്ന് ഭൂമി പറയാണ്, എർത്ത് പറയാണ്. ഇറ്റ് അഗെയിൻ ടുക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോർ ഹാവിങ് ബീയിങ് ടു ഹാപ്പിയർ. പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടായത്. ലിവിങ് ബീയിങ് ടു അപ്പിയർ. യു നോ ദാറ്റ് ഐ ആം ദ ഓൺലി വൺ ടു ഹാവ് ലൈഫ് എമംഗ് ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. നമുക്കറിയാം, സോളാർ സിസ്റ്റത്തിൽ ഇവിടെ ജീവനുള്ളത്, ലൈഫുള്ളത് എവിടെ മാത്രമാണ്? നമ്മുടെ എർത്തിൽ മാത്രമാണ്. ഐ ഹാവ് എവറിത്തിങ് ടു സപ്പോർട്ട് യുവർ ലൈഫ്. ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാം എന്നിലുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്? എയർ ടു ബ്രീത്ത്, നമുക്ക് ശ്വസിക്കാൻ വായുവുണ്ട്. വാട്ടർ ടു ഡ്രിങ്ക്, കുടിക്കാൻ വെള്ളമുണ്ട്. അതേപോലെ തന്നെ ഓൾ അതർ യൂസസ് സോയിൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സോൺ. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എർത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ എന്താണ്, മോണോലോഗ് എന്ന് പറഞ്ഞാൽ ആത്മകഥ, സ്വയം പറയുന്ന അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? ദ എർത്ത് ഒറിജിനേറ്റഡ് ആസ് എ സ്പിയർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അപ്പോൾ ഭൂമി ഉണ്ടായത് ഒരുപാട് ബില്യൺസ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. കണ്ടിന്യൂസ് റെയിൻഫാൾ ലെഡ് ടു ഇറ്റ്സ് കൂളിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നിരന്തരമായിട്ടുള്ള ഭയങ്കര ചുട്ടുപൊഴുത്ത ഒരു സ്ഫിയർ ആയിരുന്നു. പിന്നെ നിരന്തരമായി മഴ പെയ്തിട്ടാണ് ഭൂമി തണുത്തത്. ആഫ്റ്റർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ലൈഫ് ബിഗാൻ ടു ഫ്ലറിഷ്. അതും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ലൈഫ് തുടങ്ങിയത്, ജീവൻ തുടങ്ങിയത്, ജീവജാലങ്ങൾ ഇവിടെ വന്നത്. അമംഗ് ദ സോളാർ സിസ്റ്റംസ് പ്ലാനറ്റ് എർത്ത് അലോൺ സസ്റ്റെയിൻസ് ലൈഫ്. അപ്പോൾ ഒരുപാട് സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മുടെ എർത്തിൽ മാത്രമേ എന്തുള്ളൂ? സസ്റ്റെയിൻസ് ലൈഫ്, ജീവനുള്ളൂ, ജീവൻ നിലനിന്നുള്ളൂ, ജീവജാലങ്ങളുള്ളൂ, ജീവനുള്ള വസ്തുക്കളുള്ളൂ. എർത്ത് പ്രൊവൈഡ്സ് വൈറ്റൽ നെസസിറ്റീസ് ഓക്സിജൻ, വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ. ഈ ഭൂമി നമുക്ക് എന്തെല്ലാം തരുന്നുണ്ടല്ലേ? ഓക്സിജൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഫെർട്ടൈൽ സോയിൽ ഉണ്ട്. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എർത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സഫർ ലൈവ് ലൈം എർത്ത് ഡിസേർവ്സ് കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ട്സ്. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? എർത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ കൺസേർവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് പേജിൽ നിന്ന് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിൽ എന്താണ്? നമ്മുടെ ഭൂമിയെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം സുന്ദരമായ കാഴ്ചകളാണല്ലേ കാണുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദ സർഫസ് ഓഫ് ദ എർത്ത് വിത്ത് ഇറ്റ്സ് റിവേഴ്സ്, മൗണ്ടെയ്ൻസ്, വാലീസ് ആൻഡ് പ്ലെയിൻസ്. അപ്പോൾ ഭൂമിയുടെ മുകളിൽ, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പലതരം കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉള്ളിലോ, നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയുടെ ഉള്ളിൽ എന്താണ്? ഉള്ളിൽ എന്തൊക്കെ സീക്രറ്റാണുള്ളത്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. 1 വേർഡ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. പേജ് നമ്പർ 69 ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വി ആർ അവെയർ ഓഫ് ദ ടെമ്പറേച്ചർ ഓൺ ദ എർത്ത് സർഫസ്. അപ്പോൾ നമുക്കിപ്പം തന്നെ ചൂടൊക്കെ അറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ വേനലൊക്കെ ഒരുപാട് ചൂട് അനുഭവിച്ച ആൾക്കാരാണ്. ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്. പക്ഷെ നമ്മുടെ ഭൂമിയുടെ മേലെയുള്ള ചൂട് പോലെയല്ല. ഭൂമിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഹീറ്റാണ്, അതികഠിനമായ ചൂടാണ്. ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇൻറ്റീരിയർ ഈസ് എബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ സെൻറ്ററിലുള്ള ചൂട്. അതെത്രയാണ്? 5500 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡു യു നോ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ, ചായ ഉണ്ടാക്കുവാനൊക്കെ നമ്മൾ വെള്ളം തിളപ്പിക്കുമല്ലോ. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു ചൂടാണെന്നല്ലേ. അതുതന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡീപ്പ് ദ ഡീപ്പസ്റ്റ് മൈൻ. നമ്മൾ മൈനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. കൽക്കരി ഖനനം, സ്വർണ്ണ
ഖനനവും ഒക്കെ സ്വർണം കുഴിച്ചെടുക്കുന്ന മൈൻസ്. അതെന്ന് വെച്ചിട്ടുണ്ട് എബൌട്ട് 12 കിലോമീറ്റേഴ്സ്. അത് തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് വെറും 12 കിലോമീറ്റർ താഴ്ചയേ ഉള്ളൂ. അത്രത്തോളം ആ താഴ്ചയിൽ തന്നെ മനുഷ്യൻ പോകുന്നത് വളരെ മെഷീനറീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലേ. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6,371 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ സെൻറ്ററിലേക്കുള്ള ദൂരം എത്രയാണെന്നറിയോ? 6,371 കിലോമീറ്ററാണ് ഭൂമിയുടെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഖനിയിൽ തന്നെ നമ്മൾ ഇത്രത്തോളം സുരക്ഷിതമായിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. നമ്മൾ മഞ്ഞുമൽ ബോയ്സിലൊക്കെ ആ ഒരു സീനൊക്കെ കണ്ടില്ല, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ശ്വാസം കിട്ടായ്മയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് അതായത് 6,371 കിലോമീറ്ററൊക്കെ പോയിട്ട് എന്തായിരിക്കും നമുക്ക് നേരിട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അതൊക്കെ അറിയുന്നത് ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് ഈച്ച് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻസ്. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഭൂമിയുടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ, ഭൂമിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വന്നു ചേരും. അതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രം ദ ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, അതേപോലെ തന്നെ മൈൻസ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. പിന്നെ ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്, ഭൂകമ്പ സമയത്തൊക്കെ ഉണ്ടാകുന്ന വേവ്സ് ഉണ്ടാവും. അതിൽ നിന്നുള്ള അനാലിസിസ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് ആ പേജ് നമ്പർ 16 ചാനലിൽ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, 1 വേർഡ് ചോദ്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് എർത്ത് കോർ? എർത്തിൻ്റെ ഭൂമിയുടെ ഉള്ളറയിൽ എത്രയാണ് ടെമ്പറേച്ചർ? 5,500 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത് വാട്ട് പ്രൊവൈഡ്സ് ക്ലൂസ് അബൌട്ട് ദ എർത്ത് ഇൻറ്റേർണൽ സ്ട്രക്ചർ? അപ്പോൾ എർത്തിൻ്റെ ആ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന എന്തെന്നാണ്? വോൾക്കാനിക് ഇറപ്ഷൻസും അതേപോലെ തന്നെ മൈൻ സാമ്പിൾ നിന്നുമാണ്. ഹൗ ഫാർ ഈസ് ദ എർത്ത് സെൻറ്റർ ഫ്രം ദ സർഫസ്? സർഫസിൽ നിന്ന് എത്ര ദൂരമാണ് എർത്തിൻ്റെ സെൻറ്റർ? 6,371 കിലോമീറ്റർ. ഹൗ ഡു സയൻറ്റിസ്റ്റ് സ്റ്റഡി ദ എർത്ത്സ് ഇൻറ്റീരിയർ? അപ്പോൾ എർത്തിൻ്റെ ഈ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ പഠിക്കുന്നത്? അനലൈസിങ് എർത്ത് കോക്ക് വേസ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, മൈൻ ഡാറ്റ ആൻഡ് സയൻറ്റിഫിക് ഇൻഫറൻസസ്. ഓക്കെ, അപ്പോൾ ആ പേജ് നമ്പർ 69 ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്ന എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, എർത്തിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പം കണ്ടല്ലോ, ഇതാണ് സെൻറ്റർ. പിന്നെ അതിൻ്റെ അപ്പുറം ഒരു എന്താ പറയുക, ഒരു കവറിങ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കവറിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ്. ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ക്രസ്റ്റാണ്. രണ്ടാമത്തെ മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണ്? ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇങ്ങനെയാണ് ഭൂമിയുടെ ഉള്ള് നമ്മൾ കാണുന്നത്. ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഫസ്റ്റ് എന്താണ്? നമ്മൾ ഈ ക്രസ്റ്റും മാൻറ്റിലും അതേപോലെ ഔട്ടർ കോറും ഇന്നർ കോറും, ഇത് നമ്മൾ ഇതിൽ മെയിനായിട്ട് 2 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്ന് നമ്മൾ എർത്തിൻ്റെ സ്ട്രക്ചറും അതേപോലെ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറും. ഈ 2 കോൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒരു ഫസ്റ്റ് കോൺസെപ്റ്റാണിത്, ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ക്രസ്റ്റ്. ഇപ്പോൾ ഭൂമിയുടെ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് കാണുന്ന ലെയർ, അതായത് നമ്മളിപ്പോൾ കാണുന്ന ലെയറൊക്കെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മൾ അടുത്ത ഒരു ഇതിൽ കണ്ട ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദ എർത്ത്. അപ്പോൾ ക്രസ്റ്റാണ് ഇത് കാണുന്നത്. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദ എർത്ത്. അപ്പോൾ ക്രസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാം എന്താണ്? ഔട്ടർമോസ്റ്റ് ആണ്, ഏറ്റവും പുറമേ ഉള്ളതാണ്, ഔട്ടർമോസ്റ്റ് ആണ്. അതേപോലെ തിൻ ലെയർ ഓഫ് ദ എർത്ത്, നേരിയ ഒരു ലെയറാണ്. ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സോളിഡ് റോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, പാറകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി അടുത്ത പോയിന്റാണ്, ക്രസ്റ്റിന് 2 പാർട്സ് ഉണ്ട്. ഒന്ന് എന്താണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റും രണ്ടാമത്തേത് ഓഷ്യാനിക് ക്രസ്റ്റും. അപ്പം ക്രസ്റ്റിന് 2 പാർട്സ് ഉണ്ട്. എന്താണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അങ്ങനെ 2 ക്രസ്റ്റ് ഉണ്ട്. അപ്പം ക്രസ്റ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, അതും പഠിക്കണം. പിന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്.
അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റാണ് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാൾ കനം കൂടുതൽ, തിക്നെസ് കൂടുതൽ. ദ ആവറേജ് തിക്നെസ് ഈസ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ്. ഇൻ മൗണ്ടൻ ഏരിയാസ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഹാസ് എ തിക്നെസ് അബൌട്ട് 70 കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ബട്ട് ദ ആവറേജ് തിക്നെസ് ഓഫ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് 5 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രസ്റ്റിനെ കുറിച്ച് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, തിൻ ലെയർ ഓഫ് ദ എർത്ത് ആണ്, ദ ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ് ആണ്. പിന്നെ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ഇനി നെക്സ്റ്റ് ഏതാണ്? മാൻറ്റിലാണ്. മാൻറ്റിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് താഴെയുള്ള ഒരു ലെയറാണ് എന്ത്? മാൻറ്റിൽ എന്ന് പറയുന്നത്. ദിസ് റിലേറ്റീവ്ലി തിക്ക്, ഇത് ഒരു അത്യാവശ്യം തിക്കുള്ള ഒരു ലെയറാണ്. ഇറ്റ് എക്സ്റ്റെൻസ് ടു 2900 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലെയറാണ്. അപ്പോൾ മാൻറ്റിലിൻ്റെ ആ ഒരു എക്സ്റ്റെൻഷനൊക്കെ പഠിച്ചു വെക്കുക, 2900. ഓക്കെ, ഇനി ദിസ് പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. ഇനി ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കാനുണ്ട്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ ആദ്യം പഠിച്ച ക്രസ്റ്റും അതേപോലെ തന്നെ ആദ്യം പഠിച്ച ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസ് ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ. അപ്പോൾ ക്രസ്റ്റും അതേപോലെ തന്നെ അപ്പർ പാർട്ട് ഓഫ് മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ടും കൂടി ചേർന്നതിനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയും. എന്താണ് പറയുക? ലിത്തോസ്ഫിയർ. ഓക്കെ, ദ പാർട്ട് ബിലോ ദ ലിത്തോസ്ഫിയർ വിച്ച് ഈസ് എ മോൾട്ടൻ സ്റ്റേജ്. മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹാഫ് ലിക്വിഡ്, അതിനാണ് മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറയുക. ഡ്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് അസ്തെനോസ്ഫിയർ. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, അസ്തെനോസ്ഫിയർ. അസ്തെനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴെ വിച്ച് ഈസ് ഇൻ മോൾട്ടൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾ. റോക്ക് പാർട്ടിക്കിൾസ് മെൽറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? മാഗ്മ എന്നാണ് പറയുക. ആ ലിക്വിഡിന് പറയുക മാഗ്മയാണ്. ഇത് കാണുന്ന ഭാഗമാണ് എന്ത്? അസ്തെനോസ്ഫിയർ. ദ പോർഷൻ ബിലോ അസ്തെനോസ്ഫിയർ ഈസ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ അസ്തെനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം എന്താണ്? സോളിഡാണ്. മേലെയുള്ള ഭാഗം എന്താണ്? ഹാഫ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്രസ്റ്റ് പഠിച്ചു, മാൻറ്റിൽ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? കോറാണ്. കോറിനും ക്രസ്റ്റ് പോലെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതായത് ദ ലെയർ ബിലോ ദ മാൻറ്റിൽ ഈസ് ദ കോർ. അപ്പോൾ ആദ്യം ക്രസ്റ്റ് പഠിച്ചു, പിന്നെ മാൻറ്റിൽ പഠിച്ചു, പിന്നെ കോറ്. അപ്പം മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് ഈ കോറ്. കോറിനും 2 ഭാഗങ്ങളുണ്ട്, ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ദ ഔട്ടർ കോർ ഈസ് ലിക്വിഡ് സ്റ്റേറ്റ് വൈ ഇന്നർ കോർ ഈസ് സോളിഡ് ലിഡ്. ഔട്ടർ കോർ എന്ത് അവസ്ഥയിലാണ്? ലിക്വിഡാണ്. അതേസമയം ഇന്നർ കോർ എന്താണ്? സോളിഡാണ്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് അയൺ. നിക്കൽ ആൻഡ് അയൺ കൂടിയിട്ടാണ് ഇത് കോറ് നിർമ്മിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ നിഫെ എന്നാണ് വിളിക്കുന്നത്. ഈ കോറിനെ എന്താ വിളിക്കുന്നത്? നിഫെ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ ആൻഡ് അയൺ. അയണിൻ്റെ പിന്നെ എലമെൻറ്റ് എന്താണ്? Fe ആണ് കേട്ടോ. Fe സിമ്പിൾ എന്താണ്? Fe ആണ്. അതുകൊണ്ടാണ് നിക്കൽ, Ni ഫോർ നിക്കൽ, Fe ഫോർ അയൺ. ഓക്കെ, ദ ടെമ്പറേച്ചർ ഈസ് ദ ഇന്നർ കോർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇന്നർ കോറിലാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഇൻറ്റീരിയറിലുള്ള ആ ഒരു ഹീറ്റ്. അത് എവിടെയാണ്? ആ ഇന്നർ കോറിലാണ് ഉള്ളത്. അപ്പോൾ ഇത് വളരെ മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഈ കോറ്, മാൻറ്റിൽ, ക്രസ്റ്റ്. നിങ്ങൾ തീർച്ചയായും ഇതിലെ പോയിൻറ്റ്സൊക്കെ പഠിച്ചു വെക്കണം, എക്സാമിന് എന്തായാലും വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ക്രസ്റ്റിൻ്റെ 3 പോയിൻറ്റ്സ് എഴുതണം, മാൻറ്റിൻ്റെ 3 പോയിൻറ്റ്സ്, കോറിൻ്റെ 3 പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളിതിൽ പഠിച്ചല്ലോ, ഇത് തന്നെ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. നമുക്കൊന്നുകൂടി നോക്കാം. ഈ ഒരു 2 പേജിലുള്ള 1 വേർഡും ഒക്കെ നമുക്കൊന്ന് നോക്കാം. വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? ക്രസ്റ്റാണ്. എന്താണ് ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? ക്രസ്റ്റാണ്. ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്. ക്രസ്റ്റിന് 2 പാർട്ടുകളുണ്ട്. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും രണ്ടാമത്തേത് ഓഷ്യാനിക് ക്രസ്റ്റുമാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ലിത്തോസ്ഫിയർ? ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രസ്റ്റിൻ്റെ ഭാഗവും അതേപോലെ തന്നെ അപ്പർ പാർട്ട്, മാൻറ്റിൽ മുഴുവനല്ല, അതിൻ്റെ അപ്പർ പാർട്ടും ചേർന്നതാണ് ലിത്തോസ്ഫിയർ.
അസ്തനോസ്ഫിയർ നമ്മൾ പഠിച്ചു. എന്താണ്? ദ പാർട്ട് ബിലോ ദ ലിത്തോസ്ഫിയർ വിച്ച് ഈസ് എ മോൾട്ടൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് മാഗ്മ ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിത്തോസ്ഫിയറിൻ്റെ താഴെ, എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. ലിത്തോസ്ഫിയറിൻ്റെ താഴെയാണ് അസ്തനോസ്ഫിയർ. ദിസ് പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ ഈസ് എ സോളിഡ് സ്റ്റേറ്റ്. ഇനി അടുത്തത് നമ്മൾ ക്രസ്റ്റ്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതാനുണ്ട്. നിങ്ങൾക്കൊരു വർക്കായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എഴുതാം. എന്താണ് എഴുതേണ്ടത്? ക്രസ്റ്റിനെ നമുക്ക് എഴുതാം. ഏത്ത് ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ ലെയർ ആണ്. 5 to 70 കിലോമീറ്റർ തിക്കാണ്. അത് വാരി ചെയ്യും. അത് നമ്മൾ പറഞ്ഞല്ലോ, ക്രസ്റ്റിന് 2 ഭാഗമുണ്ട്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. അപ്പോൾ ക്രസ്റ്റിന് വാരി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വൺ വേർഡിൽ എഴുതിയതാണ്. ഇറ്റ് വാരീസ്. മെയ്ഡ് ഓഫ് റോക്ക് ആൻഡ് മിനറൽസ്, ഇറ്റ് സപ്പോർട്ട്സ് ലൈഫ്, ഡിവൈഡഡ് ഇൻറ്റു ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. ഇത്രയും നമുക്ക് ക്രസ്റ്റിനെ പറ്റി അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മുടെ മാൻറ്റിലാണ്. മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയർ ബിലോ ദ ക്രസ്റ്റിന് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ മാൻറ്റിൽ എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി തിക്കാണ്. ഇത് തിക്കാണ്. ഇറ്റ് എക്സ്റ്റെൻസ് അപ്പ് ടു 2100 കിലോമീറ്റർ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. അപ്പോൾ അതിനെന്താണ് പറയുക? ലിത്തോസ്ഫിയർ എന്നാണ് പറയുക. ഇനി അടുത്ത കോറിനെ പറ്റി നമുക്ക് എഴുതാം. ദ ലെയർ ബിലോ ദ മാൻറ്റിൽ ഈസ് ദ കോർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോർ, ഇന്നർ കോർ. ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ദ ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇന്നർ കോറിൻ്റെ ഹീറ്റ് നമ്മൾ പറഞ്ഞു 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ളതിന് ഹാപ്പി ഇടുക, അല്ലാത്തതിന് ഈ ഒരു സൈൻ ഇടുക. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്. ശരിയാണ് അല്ലേ? സ്മൈലി വരയ്ക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ശരിയാണ്. ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻറ്റിൽ. അതും ശരിയാണ്. ഓക്കെ. ദ അസ്തനോസ്ഫിയർ ഈസ് ദ മോൾട്ടൻ പാർട്ട് ഫോംഡ് ബൈ ദ മോൾട്ടൻ റോക്ക് പാർട്ടിക്കിൾസ്. അതും ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അതും ശരിയാണ്. ഇന്നർ കോർ ആണ് സോളിഡ്, ഔട്ടർ കോർ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ആർ ദ 2 പാർട്സ് ഓഫ് ദ ക്രസ്റ്റും. അതും ശരിയാണ്. ദ കോർ ഈസ് നോൺ ആസ് നിഫെ. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. ഇനി അടുത്തത് എന്താണ്? ഇല്ലസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ഇൻ ദ ചാർട്ട് ബൈ ഗിവിങ് സെപ്പറേറ്റ് കളർ ഫോർ ഈച്ച് ലെയർ, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ വരച്ചിട്ട് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ, നോട്ട് എഴുതാതെ ഇതൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ അത് വരച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ്. ഇനി വിത്ത് ദ ടൈറ്റിൽ ഓഫ് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് പ്രിപ്പയർ നോട്ട്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് നോക്കി എഴുതിയാൽ മതി. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഭൂമിയുടെ മേലുള്ള കാര്യങ്ങളെ നമുക്ക് കുറിച്ച് പഠിക്കാം. എന്താണ്? എർത്ത് അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം അല്ലേ? എന്താണ് എർത്ത് അറ്റ്മോസ്ഫിയർ? എന്തൊക്കെയാണെന്ന് നോക്കാം. How did the earth and its atmosphere transform in the way organisms could survive? എങ്ങനെയാണ് ഈ ജീവികൾക്കൊക്കെ സർവൈവ് ചെയ്യുന്ന രീതിയിൽ ഈ എർത്തും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറും മാറിയത്? നമുക്ക് നോക്കാം. ദ എർത്ത് വിച്ച് വാസ് ഇൻ മോൾട്ടൻ ഹോട്ട് സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒറിജിൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം ചുട്ടുപഴുത്ത, മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു എർത്ത്. പിന്നെ എന്താ സംഭവിച്ചത്? സ്ലോലി കൂൾഡ് ഓവർ ഇൻ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. നല്ല നിരന്തരമായ മഴ കാരണം തണുത്ത് അല്ലേ? ദിസ് പ്രോസസ് റിലീസ്ഡ് ദ ഗ്യാസസ് ഇൻസൈഡ് ദ എർത്ത്. അപ്പോൾ എന്ത് സംഭവിച്ചത്? ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന കുറേ ഗ്യാസസ് ഒക്കെ എന്തായി? പുറത്തേക്ക് വന്നു. അതായത് നല്ല തിളച്ച അവസ്ഥയിൽ മഴ പെയ്തു. അപ്പോൾ ഭൂമി തണുത്ത ആ ഒരു സമയത്ത് എന്തായി? ഭൂമിയുടെ ഉള്ളിലുള്ള കുറേ ഗ്യാസസ് പുറത്തേക്ക് വന്നു. ഇവൻച്വലി an air cover containing many gases was formed around the earth. അപ്പോൾ എന്താ സംഭവിച്ചത്? ഭൂമിക്ക് ചുറ്റും കുറേ ഗ്യാസ് ഉള്ള ഒരു ബ്ലാങ്കറ്റ് പോലെ, ഒരു ആവരണം, ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായി. ഓക്കെ. air cover containing many gases was formed around the earth. This gases blanket that covers the earth is known as atmosphere. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഭൂമിയെ കവർ ചെയ്യുന്ന ആ ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസ് കൊണ്ടുള്ള ആ ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്.
പിന്നെന്താ അവിടെ സംഭവിച്ചത്? വിത്ത് ദ ഒറിജിൻ ഓഫ് പ്ലാന്റ്സ് ദ അറ്റ്മോസ്ഫിയർ ബിക്കം റിച്ച് ഇൻ ഓക്സിജൻ ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നു, അതുകൊണ്ട് എന്തായി? ഓക്സിജൻ വന്നു, സസ്യങ്ങൾ വന്നു, ഓക്സിജൻ വന്നു, അങ്ങനെ ജീവൻ നിലനിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഓക്സിജൻ മാത്രമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അല്ല. എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇതാണ് മേജറായിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ്. പിന്നെ വേറെ എന്താ ഉള്ളത്? നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമല്ല, വേറെയും കാര്യങ്ങളുണ്ട്. എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിളും വാട്ടർ മോളിക്യൂൾസും ഉണ്ട്. എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ മോളിക്യൂൾസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. വാട്ട് വാസ് ദ എർത്ത് ഇനീഷ്യൽ സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഒറിജിൻ? ഇപ്പോൾ ഒറിജിൻ സമയം, അതായത് ഉത്ഭവ സമയത്ത് ഭൂമിയുടെ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു? ദ എർത്ത് വാസ് ഇൻ മോൾട്ടൻ ഹോട്ട് സ്റ്റേറ്റ്, ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ എർത്ത് ട്രാൻസ്ഫോം ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്? കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് എന്താ ട്രാൻസ്ഫോർമേഷൻ വന്നത്? ദ എർത്ത് സ്ലോലി കൂൾഡ് റിലീസിങ് ഗ്യാസസ് ട്രാപ്ഡ് ഇൻസൈഡ്. ഇപ്പോൾ എർത്ത് സാവധാനം തണുത്തു, പിന്നെ എന്ത് ചെയ്തു? അതിൽ നിന്ന് പുറത്തേക്ക് ആര് വരാൻ തുടങ്ങി? ഗ്യാസസ് റിലീസ് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഹാപ്പൻ ടു ദ റിലീസ്ഡ് ഗ്യാസസ്? ആ റിലീസ്ഡ് ഗ്യാസസ് ഒക്കെ പിന്നെ എന്താ സംഭവിച്ചത്? ദേ ഫോംഡ് എൻ എയർ കവർ അറൗണ്ട് ദ എർത്ത് ക്രിയേറ്റിംഗ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവരൊരു കവറിങ് ഉണ്ടാക്കി. അതാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ഹൗ ഡിഡ് ദ ഒറിജിൻ ഓഫ് പ്ലാന്റ്സ് ഇമ്പാക്റ്റ് ദ അറ്റ്മോസ്ഫിയർ? ഈ പ്ലാന്റ്സിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിനെ ഇമ്പാക്റ്റ് ചെയ്തത്? ഫോട്ടോസിന്തസിസ് മെയ്ഡ് ദ അറ്റ്മോസ്ഫിയർ റിച്ച് ഇൻ ഓക്സിജൻ. ഫോട്ടോസിന്തസിസ് കാരണം എന്താ സംഭവിച്ചത്? അറ്റ്മോസ്ഫിയർ ഓക്സിജനെ കൊണ്ട് റിച്ചായി, അല്ലേ? കൂടുതൽ ഓക്സിജൻ ഉണ്ടായി. What is the term for the gases blanket surrounding the earth? Atmosphere. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസസ് ബ്ലാങ്കറ്റ് സറൗണ്ടിങ് ദ എർത്ത്. ഓക്കെ. വാട്ട് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ? ഏത് അറ്റ്മോസ്ഫിയറിലുള്ള പ്രൈമറി കമ്പോണൻസ് എന്തൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ എർത്ത് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വേറെയുള്ള ഗ്യാസസും ഉണ്ട്, അതേപോലെ ഡസ്റ്റ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്? വെറും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമാണ് ഉള്ളത്, വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് ദർ അപ് ടു എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 10,000 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 10,000 കിലോമീറ്റർ വരെ എന്താണ് അന്തരീക്ഷം, അതായത് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരെ? 10,000 കിലോമീറ്റർ ഹൈറ്റ് വരെ എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. But it is estimated that 97% of the total atmospheric air exists to an altitude of about 29 kilometers above the Earth's surface. പക്ഷേ അറ്റ്മോസ്ഫിയറിൻ്റെ 97% സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഭൂമിയുടെ സർഫസിൽ നിന്ന് 29 കിലോമീറ്റർ വരെയാണ്. 10,000 കിലോമീറ്റർ വരെ ഉണ്ടെങ്കിലും 29 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്? 97% അറ്റ്മോസ്ഫിയർ ഉള്ളത്. അപ്പോൾ ഉയരം കൂടുന്നവർ എന്താ സംഭവിക്കുന്നത്? ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഡിക്രീസസ്. വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, എമൗണ്ട് ഓഫ് ഗ്യാസസ് ഡിക്രീസസ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ ഗ്യാസിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ അതൊക്കെ ചോദിക്കാം. ഓക്കെ. Oxygen, the life-giving gas for humans and other living things, and carbon dioxide that helps the survival of plants are obtained from the atmosphere. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാം ഉണ്ട്? മനുഷ്യനും മറ്റ് ലിവിങ് തിങ്സിനൊക്കെ എന്ത് വേണം? ശ്വസിക്കാൻ ഓക്സിജൻ വേണം. പിന്നെ സസ്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വേണമെങ്കിൽ പ്ലാന്റ്സിന് ഭക്ഷണം ഉണ്ടാക്കാൻ ആര് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഈ എർത്തിൽ ജീവൻ നിലനിൽക്കുന്നതിൽ ആര് സഹായം വേണം? അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സഹായം വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ് ടു വാട്ട് ആൾട്ടിറ്റ്യൂഡ് ഡസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ്?
അപ്പോൾ എത്ര ആൾട്ടിറ്റ്യൂഡ് വരെയാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്? അപ്രോക്സിമേറ്റ്ലി 10,000 കിലോമീറ്റർ വരെയാണ് ഉള്ളത്. ഹൗ മച്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് വിത്തിൻ 29 കിലോമീറ്റർ ഓഫ് ദ എർത്ത് സർഫസ്? അപ്പോൾ എർത്ത് സർഫസിൻ്റെ 29 കിലോമീറ്ററോളം അറ്റ്മോസ്ഫിയറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? എബൌട്ട് 97% ആണ് ഉള്ളത്. ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻസ് ടു ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്? ആൾട്ടിറ്റ്യൂഡ് അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? എമൗണ്ട് ഓഫ് ഗ്യാസസ് ഡിക്രീസസ്. ഇനി അടുത്ത, വാട്ട് ടു ഗ്യാസസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്? അപ്പം നമ്മുടെ ഭൂമിയിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന 2 ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജൻ, ദാറ്റ് ഈസ് O2, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2. ഓക്കെ. വൈ ഈസ് ഓക്സിജൻ എസെൻഷ്യൽ ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് തിങ്സ്? എന്തുകൊണ്ടാണ് ഓക്സിജൻ നിർബന്ധം? ഓക്സിജൻ എസെൻഷ്യൽ എന്ന് പറയുന്നത്, ഓക്സിജൻ ഈസ് എ ലൈഫ് ഗിവിങ് ഗ്യാസ് ആണ്, ജീവൻ നിലനിർത്തുന്ന ഒരു ഗ്യാസാണ് എന്ത്? ഓക്സിജൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പങ്ക് എന്താണ് റോൾ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് സർവൈവൽ ചെയ്യണമെങ്കിൽ ആര് വേണം? ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കണമെങ്കിൽ ആരും വേണം? കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് അറ്റ്മോസ്ഫറിക് ഗ്യാസാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ആരൊക്കെയാണ്? നമ്മൾ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചും നൈട്രജനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ നിങ്ങൾ, 100% ആണ്. അതിൽ 78% ആരാണ്? നൈട്രജൻ ആണല്ലേ. 78% ആരാണ്? നൈട്രജൻ ആണ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത്? നൈട്രജൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഇസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ? ഏതാണ്? നൈട്രജൻ ആണ്. 78% ഉണ്ട്. വാട്ട് ഈസ് ദ കമ്പൈൻഡ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ടു ദ ടോട്ടൽ അറ്റ്മോസ്ഫറിക് കോമ്പോസിഷൻ? അപ്പോൾ നൈട്രജനും ഓക്സിജനും കൂടിയിട്ട് എത്ര ഉണ്ട്? 78 + 21 നോക്കുക, 99% ആരാണ്? നൈട്രജനും ഓക്സിജനും ആണ്. ബാക്കി 1% ആണ് ഇത്രയും ഗ്യാസ് ഉള്ളത്. ഏതൊക്കെയാണ്? ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റൺ, സിനോൺ, ഹൈഡ്രജൻ. ഇത്രയൊക്കെ എത്രയേ ഉള്ളൂ? 1% ഉള്ളൂ. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. നൈട്രജന് 78% ഉണ്ട്. ഓക്സിജൻ്റെ അളവ് 21% ആണ്. ബാക്കി 1% ആണ് ഇത്രയും ഗ്യാസസ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് ഗ്യാസ് പ്രസാദം? നമ്മൾ പറഞ്ഞല്ലേ, നൈട്രജൻ ആണ്. 99% ആണ്. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫസ് ഹീറ്റഡ് ബൈ ദ സൺ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ ഈസ് കോൾഡ് ഇവാപ്രേഷൻ. ഇനി അടുത്ത പോയിൻ്റാണ് നമ്മുടെ ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ നമ്മൾ സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ ചായ തിളപ്പിക്കുക. ചായ തിളപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിന്നെ ചായപ്പൊടി ഇടാൻ നേരത്തെ വെള്ളം തിളയ്ക്കുമല്ലോ. വെള്ളം തിളച്ചാലാണ് നമ്മൾ ചായപ്പൊടി ഇടുക. അപ്പോൾ ആ ചായപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ കാണും ഇങ്ങനെ നീരാവി ഇങ്ങനെ പോകുന്ന കാണില്ലേ? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഇവിടെ ഇൻ ദ കേസ് ഓഫ് നമ്മൾ ഗ്യാസിലാണ് നമ്മൾ ചായക്ക് വെള്ളം വെക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഭൂമിയെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? സൺലൈറ്റ്, സൂര്യൻ്റെ ആ ഹീറ്റ് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള വാട്ടർ എന്താകുന്ന നീരാവിയായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫസ് ഹീറ്റഡ് ബൈ ദ സൺ ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ ഹാസ് വേപ്പർ ഈസ് കോൾഡ് ഇവാപ്രേഷൻ. വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇവാപ്രേഷൻ. ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൺലി 90 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. അപ്പോൾ എർത്ത് സർഫസിൽ നിന്ന് 90 കിലോമീറ്റർ വരെ ഉള്ളൂ ഇവാപ്രേഷൻ്റെ ആ ഒരു സംഭവം ഉള്ളൂ. ഓക്കെ, വേപ്പറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇത് ഏകദേശം 90 കിലോമീറ്റർ വരെ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു 10,000 കിലോമീറ്റർ വരെ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്. അതിൽ ഏകദേശം 90 കിലോമീറ്റർ വരെ ഉള്ളൂ ആരുള്ളത്? വേപ്പർ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പാർട്ട് ഫ്രം ഗ്യാസസ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആരൊക്കെ ഉണ്ട്? ഗ്യാസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ നിയർ ദ എർത്ത് സർഫസ്.
Water vapor condenses around the fine dust particles in the atmosphere to form clouds. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഇവിടെ എന്താ റോള്? നമ്മൾ ക്ലൗഡ്സ് നമുക്കറിയാം, മേഘങ്ങൾ ഉണ്ടായാലേ നമുക്കിവിടെ എന്ത് കിട്ടുള്ളൂ? നമുക്ക് മഴ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിളാണ് നമ്മുടെ ക്ലൗഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ സർഫസിനോടനുബന്ധിച്ച് ഒരുപാട് എന്തുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻ ദ അറ്റ്മോസ്ഫിയർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഹൈഗ്രോസ്ഫോറിക് ന്യൂക്ലി. ഓക്കെ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി, ഘനീകരണ മർമ്മങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതും ഒരു പോയിൻ്റാണ്. ആ നേരത്തെ പൊടിപടലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി. ഓക്കെ, അന്തരീക്ഷത്തിലെ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്. അപ്പോൾ ലെറ്റ് സീ ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾ റീച്ച് ദ അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ അത്രയും ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ വരുന്നത്? എങ്ങനെ വരുന്നത്? നമ്മൾ ഇപ്പം ഒരു പൊടിയിലൂടെ നമ്മൾ വാഹനമൊക്കെ ഓടിച്ച് അങ്ങനെ പൊടി ഇങ്ങനെ പോകുന്നതാണെന്നല്ല, അതേപോലെ തന്നെ എന്താണ്? കാറ്റിലൂടെ ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. പിന്നെ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്. അഗ്നിപർവ്വതമൊക്കെ ഇറപ്ഷൻസ്, സ്ഫോടനം ഉണ്ടാവുമല്ലോ, അതേപോലെ ആഷ് പ്രൊഡ്യൂസേഴ്സ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഉൽക്കകൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇതിലൂടെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തുന്നത്. ഓക്കെ, ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് അറ്റ്മോസ്ഫിയർ ഗ്യാസ്? ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. വാട്ട് ഈസ് നൈട്രജൻ ആൻഡ് ഓക്സിജൻസ് കമ്പൈൻഡ് പെർസെൻറ്റേജ്? നൈട്രജനും ഓക്സിജനും കൂടിയിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാണ്? 99% ആണ്. ഹൗ ഡസ് വാട്ടർ വേപ്പർ എൻറ്റർ ദ അറ്റ്മോസ്ഫിയർ? വാട്ടർ വേപ്പർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന? ആ പ്രോസസ്സ് എന്താണ്? ഇവാപ്രേഷൻ ആണ്. ഹൗ ഹൈ ഡസ് വാട്ടർ വേപ്പർ റീച്ച്? എത്ര ഉയരത്തിലാണ് എത്തുന്നത്? 5 കിലോമീറ്റർ ഉയരത്തിലാണ് എത്തുന്നത്. വാട്ട് ഹെൽപ്സ് ഫോം ക്ലൗഡ്സ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഹൈ ഡസ് ദ അറ്റ്മോസ്ഫിയർ റീച്ച്? അറ്റ്മോസ്ഫിയർ എത്ര ഹൈറ്റിലുണ്ട്? 10,000 കിലോമീറ്റർ ഉണ്ട്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എയർ വിത്തിൻ 29 കിലോമീറ്റർ? 29 കിലോമീറ്റർ ഉള്ളിൽ എത്ര പെർസെൻറ്റേജ് എയർ ആണുള്ളത്? 97% ആണ്. ഇതൊക്കെ നമ്മൾ നോക്കിയ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് നോക്കാം. ഒന്നാമത്തേത് കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിനക്കൊക്കെ കാരണമാകുന്ന, അതേപോലെ തന്നെ പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്. അപ്പോൾ ഒരുപാട് സൺറൈസ് നമുക്ക് ഹാംഫുൾ ആയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അറ്റ്മോസ്ഫിയറിക് എയർ നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നത്? അപ്പോൾ ഈ കോളത്തിൽ എഴുതേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവൈഡ്സ് ഓക്സിജൻ തരുന്നു അല്ലേ. പിന്നെ റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു, സപ്പോർട്ട്സ് പ്ലാന്റ് ഗ്രോത്ത്. ഇനി വാട്ടർ പാർട്ടിക്കിൾസ് അഥവാ വാട്ടർ വേപ്പർ എങ്ങനെ സഹായിക്കുന്നു? റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ, ഫോം ക്ലൗഡ്സ് ഉണ്ടാകാൻ സഹായിക്കുന്നു, ആൻഡ് സപ്പോർട്ട് പ്ലാന്റ് ഗ്രോത്ത്. നെക്സ്റ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫെസിലിറ്റേറ്റ് ക്ലൗഡ് ഫോർമേഷൻ, ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. നമുക്ക് എഴുതാം. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ എന്താണ്? പൊല്യൂട്ടഡ് ആവുന്നുണ്ട് അല്ലേ. ഈ പൊല്യൂട്ടഡ് ആവുന്ന ഈ ഒരു സംഭവത്തെ നമ്മൾ പറയുന്നതാണ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ. അപ്പോൾ ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ദ എയർ ദാറ്റ് alters the composition of atmosphere is known as atmospheric pollution. atmospheric pollution എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഘടനയിൽ, സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ സ്മോക്കും അതേപോലെ തന്നെ പോയ്സണസ് ഗ്യാസും വേറെ കെമിക്കൽ സബ്സ്റ്റൻസും ഒക്കെ എയറിൽ ഇങ്ങനെ മിക്സ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ. നോക്കൂ എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് കണ്ടോ? ഇത് എന്തിൻ്റെ ഒരു പുകയാണ്?
ഇതെന്തിൻ്റെ പുകയാണ്? ഇത് ഫാക്ടറിയിൽ നിന്നുള്ള പുക, ഇത് വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഇതെന്താണ്? ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുന്നതിനുള്ള പുക, ഇത് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ അത് കത്തിക്കുന്നതിലൂടെയുള്ള പുക. പിന്നെ ഇതെന്താണ്? ഓരോ സെലിബ്രേഷനിൽ നമ്മൾ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുമല്ലോ അതിൻ്റെ പുക. പിന്നെന്താണ്? വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പുക. ഇതൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവാനുള്ള കാരണം. എന്തൊക്കെയാണ്? സ്മോക്ക് എമിറ്റഡ് ബൈ ഫാക്ടറി, സ്മോക്ക് എമിറ്റഡ് ബൈ വെഹിക്കിൾസ്, ബേണിംഗ് വേസ്റ്റ് ലൈക്ക് പ്ലാസ്റ്റിക്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ്, അതായത് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവില്ല, അവശിഷ്ടങ്ങൾ, അതാണ് ബേൺ ചെയ്യുമ്പം പുക ഉണ്ടാവുന്നത്. സ്മോക്ക് ഫ്രം ഫയർ വർക്ക്, ഓക്കെ, ഇറപ്ഷൻ ഓഫ് വോൾക്കാനോസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുള്ളത് ആസിഡ് റെയിൻ ആണ്. അപ്പോൾ വെൻ കോൾ, പെട്രോളിയം ഫ്യൂവൽസ്, ഡീസൽ എക്സെട്ര ആർ ബേൺഡ്, മെനി ഗ്യാസസ് സച്ച് എസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എക്സെട്ര ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ നമ്മൾ കൽക്കരി കത്തിക്കുന്നു, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ ഒക്കെ കത്തുമ്പോൾ എന്താണ്? നമ്മുടെ വാഹനങ്ങളിൽ നിന്നുള്ള പുകയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു കറുപ്പ് കളറ് പുകയായിരിക്കും അല്ലേ? അപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബണിൻ്റെ അംശമുള്ള വാതകങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് എവിടെ പോകുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഇൻ ദ അറ്റ്മോസ്ഫിയർ ദീസ് ഗ്യാസസ് മിക്സ് വിത്ത് റെയിൻ വാട്ടർ മേക്ക് ഇറ്റ് ആസിഡിക് ആൻഡ് റീച്ച് ദ എർത്ത് ഹാസ് ആസിഡ് റെയിൻ. ഇതൊക്കെ പോയിട്ട് എവിടെ എത്തും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള റെയിൻ വാട്ടറിനോട് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിന് എന്താവും? ആസിഡിറ്റി വരും. എന്നിട്ട് അത് ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ആസിഡ് റെയിൻ ആണെന്ന് മനസ്സിലാക്കുക? ആസിഡ് റെയിൻ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിൻ്റെ pH മൂല്യം നോക്കിയാൽ മതി. pH മൂല്യം നമുക്കറിയാം. പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ വെള്ളം എന്ന് പറയുന്നത് മഴവെള്ളം അല്ലേ? അതിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ pH ലെസ് ദാൻ 5 കുറവായാൽ, മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5 കുറവായാൽ നിങ്ങൾക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അത് ആസിഡ് റെയിനായിട്ട് കൺസിഡർ ചെയ്യാം. അതൊരു പോയിൻ്റാണ്, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് സ്മോഗാണ്. സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോക്ക് മീൻസ് പുകയും മൂടൽമഞ്ഞ്, അതായത് ഫോഗ്, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് സ്മോഗ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ സ്മോഗ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ് എക്സെട്ര ഫിൽ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഫാക്ടറീസിൽ നിന്നുള്ള പുക, അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന്, പിന്നെ റെസിഡ്യൂസ്, അഗ്രികൾച്ചർ റെസിഡ്യൂസ് കത്തിച്ചിട്ടുള്ള പുക, ഇതൊക്കെ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അവിടെ പുകയും പൊടിപടലങ്ങളൊക്കെ നിറയുന്നു. ദീസ് ദെൻ മിക്സ് വിത്ത് ഫോഗ് ടു ഫോം സ്മോക്ക്. ഇത് മഞ്ഞുമായിട്ട് കലർന്നിട്ട് എന്തുണ്ടാകുന്നു? പുകമഞ്ഞുണ്ടാകുന്നു, അതായത് സ്മോഗ് ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ ഡൽഹിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിലൊക്കെ വായിക്കലുണ്ട് അല്ലേ? പുകമഞ്ഞാണ്, അന്തരീക്ഷ മലിനീകരണമാണ് എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ന്യൂസിലൊക്കെ പഠിത്തവും വന്നു പോയതാണ്. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? എന്താ? റിസ്ക് ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഭാഗം കുഴഞ്ഞ് പോവുക, പക്ഷാഘാതം എന്ന് മലയാളത്തിൽ പറയും. പിന്നെ ഹാർട്ട് ഡിസീസിന് കാരണമാകുന്നുണ്ട്. പിന്നെ ലങ് ഡിസീസസ്, കാരണം നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ള എന്താണ് പോയ്സണസ് ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഇതാണല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് ശ്വാസകോശ ലങ് ക്യാൻസറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആസിഡ് റെയിനും സ്മോഗും നമ്മുടെ ഒരു മലിനീകരണത്തിൻ്റെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് അതിജീവിക്കാം. ഇതിനൊക്കെ പരിഹാരമുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് പരിഹാരങ്ങൾ? കണ്ടല്ലോ, എന്താണ്? ചെടികൾ നടുക, ധാരാളം ചെടികൾ നട്ടുപിടിക്കുക. പിന്നെ ഇതെന്താണെന്ന് അറിയാമല്ലോ, സോളാർ പാനൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എന്താണ്, ഈ സൈക്കിളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ്, ഇതൊന്നും പുകയൊന്നും വരാനില്ലല്ലോ. അപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, നമുക്ക് അറിയാം ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ വാഹനങ്ങളാണല്ലേ. അപ്പോൾ വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 ആൾക്കും വാഹനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഓരോ വാഹനവും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പുക എമിറ്റ് ചെയ്യുന്നു, അതിലൂടെ പൊല്യൂട്ടഡ് ആകുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് പ്രീക്കോഷൻസ് അല്ലെങ്കിൽ റെമഡീസാണ്. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താണ്? ടു റെഡ്യൂസ് അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഓക്കെ, വാക്ക് ഓർ ബൈക്ക് വെനെവർ പോസിബിൾ.
Okay, turn off light and electronics when not in use, conserve energy, plant trees, okay, support reforestation effort to produce oxygen, choose eco-friendly products and recycle to minimize waste, support renewable energy sources like solar and wind power, reduce heat consumption and use reusable bags and water bottles to help protect environment. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിനും ഇങ്ങനെ ലെയറുകളുണ്ട്. നമ്മൾ നേരത്തെ ഭൂമിയുടെ ഇൻറ്റീരിയർ പഠിച്ചല്ലോ, കുറേ ലെയർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ക്രസ്റ്റ്, മാന്റിൽ, കോർ, ഇതൊക്കെ പഠിച്ചു. അതേപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനും എന്തുണ്ട്, ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 5 ലെയേഴ്സാണുള്ളത്. ഇപ്പം നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഏർത്തിനോട് തൊട്ടടുത്തുള്ള ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ എവിടെയാണ്? അങ്ങ് ദൂരെ ബഹിരാകാശം വരെ എത്തി. ഓക്കെ, അപ്പോൾ ഭൂമിയോട് ഏറ്റവും നമ്മുടെ ഏർത്തിനോട് തൊട്ട് നിൽക്കുന്ന ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയർ ഇത് ഓരോന്നും അതിൻ്റെ ഓരോ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമ്മുടെ ഈ ഒരു ഡയഗ്രാമത്തിലുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയർ ഉണ്ട്. ഇവിടെ എന്തൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ഇവിടെ എഴുതാം. ഇനി ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള ഒരു ലെയറാണ്. ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എന്താണ്? ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. അപ്പോൾ ഇതിന് ഏകദേശം എത്ര ഉണ്ടാവും? 13 കിലോമീറ്റർ വരെ എന്താണ് ഹൈറ്റ് വരും. എത്രയാണ്? 13 കിലോമീറ്റർ. അത് ഇൻ ദ കേസ് ഓഫ് 8 കിലോമീറ്റർ അറ്റ് പോൾസിലാണെച്ചാൽ അത് 8 കിലോമീറ്റർ ആവും. ഇക്വേറ്ററിലാണെച്ചാൽ അത് 18 കിലോമീറ്റേഴ്സ്. അത് വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ആവറേജ് പറയുകയെന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? 13 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അത് പഠിച്ചു വെക്കുക. പിന്നെ ഏകദേശം 13 കിലോമീറ്റർ ആണ് ഹൈറ്റ്, അതും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ ദിസ് ലെയർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പറ്റും ഇവാപ്രേഷനെ പറ്റിയിട്ടൊക്കെ പഠിച്ചല്ലോ. അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ ഒരു ലെയറിലാണ് നടക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ നല്ലവണ്ണം വായിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നടക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയൊക്കെ നടക്കുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി എന്താണ്? ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? അതായത് is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. And this is called normal lapse rate. ഇവിടെ വേറൊരു പോയിൻ്റാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 165 മീറ്ററാണ്. 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ 165 മീറ്റർ ഉയരം പോകുമ്പോഴത്തിന് എന്താ സംഭവിക്കുന്നത്? 1 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് കുറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് മീറ്റേഴ്സ് ഇങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഇവിടെ ഹീറ്റ് കുറയുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഇതിന് പറയാൻ നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് പറയാം. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് തന്നെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഒന്ന് എഴുതാം. നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെയറാണെന്ന് പറയാം. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബൻഡൻറ്റ് ഇൻ ദിസ് ലെയർ. ഈ ലെയറിലാണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളത്. വാട്ടർ വേപ്പർ ഒക്കെ ഉള്ളത് എവിടെയാണ്? ഈ ഒരു ലെയറിലാണ്. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക്
ഫിനോമിന, അതായത് ക്ലൗഡ് ഫോർമേഷന്, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയൊക്കെ അവിടെയാണ് ഈ ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ് ട്രോപ്പോസ്ഫിയർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലിലൊക്കെ നല്ല തണുപ്പാണ്. കാരണം എന്താണ്, ആർ ലൊക്കേറ്റഡ് അറ്റ് ട്രോപ്പോസ്ഫിയർ. ഇതൊക്കെ എവിടെയാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. ഇൻ ട്രോപ്പോസ്ഫിയർ ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില, അതായത് ടെമ്പറേച്ചർ കുറയാണ്. സോ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ഇൻ ദ ലോ ആണ് കേട്ടോ. സോ LOW ലോ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ആ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത എന്താണ്, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഓസോൺ ലെയർ അവിടെയാണുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബൌവ് ദ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ലെയറാണ്. ദ ആവറേജ് ഹൈറ്റ് ഈസ് അബൌട്ട് 50 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. എത്രയാണ്, 50 കിലോമീറ്റർ ആണ്. നേരത്തെ നമ്മൾ ട്രോപ്പോസ്ഫിയറിൻ്റെ പറഞ്ഞ എന്താണ്, 13 കിലോമീറ്റർ ആണ്. ഇത് എത്രയാണ്, 50 കിലോമീറ്റർ ആണ്. Okay, in the stratosphere, the temperature increases after a specific height. The ozone layer is in the stratosphere. It stands at an altitude of about 25 km from the surface. ഇനി നമുക്ക് ഓസോൺ ഇവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഓസോണിനെ കുറിച്ച് നമുക്ക് പറയാം. എർത്ത് ഷീൽഡ്, ഭൂമിയുടെ ഷീൽഡ് എന്നാണ് ഓസോൺ അറിയപ്പെടുന്നത്. അറിയാലോ, എന്താണെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ തടഞ്ഞു നിർത്തി ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്, ഓസോൺ ലെയറാണ്. ഓക്കെ, അപ്പോൾ ദ പ്രസൻസ് ഓഫ് ഓസോൺ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. If ultraviolet rays reach the earth surface at an increased rate, it is harmful to living organism and ecosystem. അപ്പോൾ നമുക്കറിയാം, ഈ അൾട്രാവയലറ്റ് റേസൊക്കെ നമ്മുടെ ഭൂമിയിൽ എർത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്കോസിസ്റ്റത്തെയും ഇവിടുത്തെ ലിവിങ് തിങ്സിനെയൊക്കെ വളരെ റോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓസോൺ ലെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അൾട്രാവയലറ്റ് റേസ് നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ, കൊളാപ്സ് ഓഫ് ഫുഡ് ചെയിൻ. ഇപ്പോൾ നമുക്കൊരു ഫുഡ് ചെയിനൊക്കെ ഉണ്ടല്ലോ, ഒരു ശൃംഖല, ആഹാര ശൃംഖല, അത് തകരും. പിന്നെ അതേപോലെ തന്നെ ക്രോപ്പ് ഡാമേജ്, കൃഷി നശിക്കും. സ്റ്റണ്ടിങ് ഓഫ് എ പ്ലാന്റ് ഗ്രോത്ത്, അങ്ങനെ പറഞ്ഞാൽ എന്താ, മുരടിക്കും, സസ്യ വളർച്ചയൊക്കെ മുരടിക്കും. ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം. പിന്നെ ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, തിമിരം, അത് കണ്ണിന് പല അസുഖം ഉണ്ടാകും. പിന്നെ സ്കിൻ ക്യാൻസർ. ഇതൊക്കെ അൾട്രാവയലറ്റ് റേസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് ഓസോൺ ഡേ ആണ്. നമുക്കറിയാം, സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ ആണ്. എപ്പോഴാണ്, സെപ്റ്റംബർ 16. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓസോൺ ഡേയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓസോണ് സംരക്ഷിക്കണം, ഓസോനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഈ ഓസോണിൻ്റെ ഈ ഒരു ഡിപ്ലീഷന് കാരണമാകുന്ന പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗം നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഓസോൺ ഡേയുടെ ഒബ്ജക്റ്റീവ്. ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ ഒബ്സർവിങ് ദിസ് ഡേ ഇസ് ടു ക്രിയേറ്റ് അവയർനെസ്. എന്താണ്, ക്രിയേറ്റ് അവയർനെസ് among people about the need to protect ozone layer. ഓസോൺ ലെയർ എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആൻഡ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് ക്യാൻ കോസ് ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഓസോൺ ഡേയിൽ നടത്താമെന്ന് നിങ്ങൾക്കറിയാലോ. ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും, പോസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ എന്താണ്, വീഡിയോ നമ്മൾ പ്രദർശിപ്പിക്കും. ഓസോൺ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീഡിയോ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ റാലി സംഘടിപ്പിക്കും. ഇതൊക്കെ നമുക്ക് ഓസോൺ ദിനത്തിൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് മീസോസ്ഫിയർ ആണ്. അപ്പം നമ്മൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലാരാണ്, മീസോസ്ഫിയർ ആണുള്ളത്. ഇത് 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എത്രയാണ്, 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ. ഓസോണിൻ്റെ എക്സ്റ്റൻഷൻ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്കത് ചിലപ്പോൾ മാച്ച് ചെയ്യാനൊക്കെ വരും. അപ്പോൾ ഇത് എത്രയാണ്, 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ. ഇവിടെ എന്താണ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവും എന്ത്, the phenomena of decrease in temperature with the increase of height is present in this layer. അപ്പോൾ അതേപോലെ തന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. അതേപോലെ ഇൻ ദിസ് ലെയർ ഓൾസോ അറ്റ് an altitude of about 80 kilometers from the surface the temperature drops to 100 degrees Celsius. Okay,
The lowest temperature in the atmosphere is experienced here. Most of the materials that enter the earth atmosphere burn down in this layer. അപ്പോൾ ഈ ലെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. അതേപോലെ തന്നെ 80 കിലോമീറ്റർ ഹൈറ്റിലൊക്കെ എത്തുമ്പോൾ ടെമ്പറേച്ചർ എത്ര ആവുന്നു 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ താപനില ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ. മീസോസ്ഫിയറിലാണ് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽസ്, അതായത് ഉൽക്കകളൊക്കെ കത്തിച്ചാരമാകുന്നതും ഈ ഒരു മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ സ്ഫിയറിനും ഓരോ ലെയറിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഒന്നോ രണ്ടോ പ്രത്യേകത പഠിച്ചു വെക്കുക. ഇനി അടുത്തത് എന്താണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മീസോസ്ഫിയറിന് തൊട്ട് മുകളിൽ, അതായത് 80 to 400 കിലോമീറ്റർ വരെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഹൈറ്റ് കൂടുന്നതോടും ടെമ്പറേച്ചർ കൂടി വരികയാണ്. തെർമോസ്ഫിയറിൽ എന്താണ്? ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ഈസ് കോൾഡ് അയനോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിൻ്റെ താഴെ ഭാഗത്തിനെ എന്താണ്? അയനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? അയനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് അയനോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. ഇനി അയനോസ്ഫിയർ എന്താണ്? At an altitude of 80 to 400 kilometers in the atmosphere, intense solar radiation such as ultraviolet X-rays converts the gas molecules into iron. അപ്പോൾ ഈ അയനോസ്ഫിയർ ഈ പേരിൽ തന്നെ ഉണ്ട്. എന്താ സംഭവിക്കുന്നത് അവിടെ? ഈ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയിട്ടുള്ള റേസ് എന്താക്കുന്ന? കൺവേർട്സ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻറ്റു അയോണുകളാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? അയോണൈസേഷൻ നടക്കുന്നുണ്ട്. റീജിയൻ വേർ ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് അയനോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അയനോസ്ഫിയറിന് ഒരു പ്രത്യേകത ഉണ്ട്. അയൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ദെർഫോർ ദ റീജിയൻ എനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റേഡിയോ ട്രാൻസ്മിഷനൊക്കെ ഈ അയനോസ്ഫിയറിലാണ് നടക്കുന്നത്. കൊണ്ട് തന്നെ ഇവിടെ റേഡിയോ വേവ്സ് ഒക്കെ ഉണ്ട്. ഈ ലാസ്റ്റാണ് എക്സോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലുള്ള പാളിയാണ്. അതായത് 400 കിലോമീറ്ററിന് മുകളിൽ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ്? ഇവിടെ മോളിക്യൂൾസൊക്കെ കുറഞ്ഞ് ഇത് എന്തായി മാറുന്നത്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഔട്ടർ സ്പേസ്. ബഹിരാകാശം എന്നൊക്കെ പറയില്ലേ, അവിടുത്തെ ഔട്ടർ സ്പേസ് എത്തുന്ന ഒരു ലെയറാണ് എന്ത്? എക്സോസ്ഫിയർ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുള്ളത് നെയിം ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ലെയറിൻ്റെ പേര് എഴുതുക, ഉയരം എഴുതുക, ഹൈറ്റ് എഴുതുക, ചേഞ്ചിൻ്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ചെയ്യുന്ന എഴുതുക, അതർ ഫീച്ചേഴ്സ് എഴുതുക. അതാണ് ഇനിയുള്ള ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കാം. ട്രോപ്പോസ്ഫിയർ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ, 13 കിലോമീറ്റർ ആണ്. ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ദ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡിന് അനുസരിച്ച് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫെറിക് ഫിനോമിന ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. ഇവിടെ അറ്റ്മോസ്ഫെറിക് ഫിനോമിനയൊക്കെ ഇവിടെ ഒക്കർ ചെയ്യുന്നു. ഇനി അടുത്ത സ്ട്രാറ്റോസ്ഫിയർ. ഹൈറ്റ് എത്രയാണ്? എബൌട്ട് 50 കിലോമീറ്റർ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആഫ്റ്റർ എ സ്പെസിഫിക് ആയിട്ട് ഓസോൺ ലെയർ ഇവിടെ പ്രസൻറ്റ് ആവുന്നുണ്ട്. മീസോസ്ഫിയർ എന്ന് പറയുന്നത് 50 to 80 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റാണുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാണ്. ലോവസ്റ്റ് ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ലെയറാണ് മീസോസ്ഫിയർ. വേർ മെറ്റീരിയൽസ് ബേൺ ടു ഹാവ്. ഇവിടെ ഉൽക്കകളൊക്കെ കത്തിച്ചാരമാകുന്നു. നെക്സ്റ്റ് തെർമോസ്ഫിയർ ആണ്. ഇത് 80 കിലോമീറ്റർ to 400 കിലോമീറ്റർ വരെയാണുള്ളത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുന്നു. അയണൈസേഷൻ ഒക്കേഴ്സ് എനേബിൾസ് ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ എക്സോസ്ഫിയർ ലൈസ് എബോവ് 400 കിലോമീറ്റർ, അതായത് 400 കിലോമീറ്ററിന് എബോവ് ഉള്ള ഒരു ലെയറാണ്, അപ്പർ മോസ്റ്റ് ലെയറാണ്. ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ദ ലെയർ ബിക്കംസ് എ പാർട്ട് ഓഫ് ഔട്ടർ സ്പേസിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു ചെറിയൊരു പ്രവർത്തനമുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. ഇവിടെ നോക്കൂ, എക്സോസ്ഫിയറും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ മാച്ച് ചെയ്യാനാണ്. ഓക്കെ, അതേപോലെ തന്നെ ലൊക്കേറ്റഡ് അറ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് 80 to 400 കിലോമീറ്റർ. ഇത് രണ്ടും നമുക്ക് തെർമോസ്ഫിയറിൽ എഴുതാം. ഇനി അടുത്തത് മീസോസ്ഫിയർ ആണ്. ദ ലെയർ വിത്ത് ലോവസ്റ്റ് ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഉള്ള എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ ദ ലെയർ വെയർ മെറ്റീരിയൽസ്
ബേൺസ് ടു ആഷ്. ഇത് രണ്ടും നമുക്ക് എന്തിനു കൊടുക്കാം? മീസോസ്ഫിയറിൽ കൊടുക്കാം. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ്? സോൺ വേറെ ഓസോൺസ് പ്രസൻറ്റ്. ഓസോൺ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി ട്രോപ്പോസ്ഫിയർ നമുക്ക് നോക്കാം. എന്താണ്? ദ ലെയർ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ സർട്ടൻ റേറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസറും 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസറും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.